ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് ബജ്ജി കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെയാണ് മുളക് ബജ്ജി വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഞാനിവിടെ 6 ബജ്ജി മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മുളകിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബജ്ജി ഉണ്ടാക്കുമ്പോഴാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ മുളകൊക്കെ ഉള്ളിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവണം. അപ്പോഴാണ് ശരിക്കും നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് മുളക് എടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, പക്ഷെ നമുക്ക് കഴിക്കാൻ ഉള്ളിലെ മുളക് ശരിക്കും വേവാതെ അത്ര ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ പകുതി മുറിച്ചിട്ട് ബജ്ജി ഉണ്ടാക്കുന്നതാണ് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എല്ലാ മുളകിനും പകുതി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/4 ടീസ്പൂൺ കായം പൊടി വേണം. അപ്പോൾ കായം പൊടിയേക്കാളും ഏറ്റവും നല്ലത് നമുക്കൊരു ചെറിയ കഷ്ണം മുഴുവനായിട്ടുള്ള കായം കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് അത് അലിഞ്ഞ് വന്നിട്ടുള്ള ആ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് നല്ല മണം ഉണ്ടാവുക. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കായം പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് മുട്ട ബജ്ജിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെയാണ് മുഴുവനായിട്ടുള്ള കായം വെള്ളത്തിൽ അലിയിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ കായ ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡയാണ് വേണ്ടത്, ബേക്കിംഗ് പൗഡർ അല്ല. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ടയില്ലാത്ത നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള മാവായിട്ടാണ് വേണ്ടത്. നമ്മൾ മുളക് ഇതിൽ മുക്കിയെടുക്കുമ്പോൾ ശരിക്കും മുളകിൻ്റെ മേലെ കോട്ടിങ്ങൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത്. നമ്മളൊരു സ്പൂണൊക്കെ ഇങ്ങനെ വെച്ച് മുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ സ്പൂണുമിലൊക്കെ നന്നായി കോട്ടിങ് പിടിച്ചിട്ട് ഇരിക്കണ പോലെ വേണം. അപ്പോൾ ഇതേപോലെ ഉണ്ടെങ്കിൽ നമ്മൾ മുളകിട്ട് മുക്കിയെടുക്കുമ്പോഴും മുളകുമിലും ശരിക്കും മാവ് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഓയിൽ ചൂടാവാനായിട്ട് വെക്കാം. അപ്പോൾ കുറച്ചധികം ഓയിൽ വേണം. അപ്പോൾ കുറച്ച് കുഴിയുള്ള ഒരു പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഓയിലിൻ്റെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ചൂടായിട്ടുണ്ടാവണം. അപ്പോൾ ഈ നല്ല ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഓരോ മുളക് മാവിൽ നന്നായി മുക്കിയെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം പെട്ടെന്ന് തന്നെ മീഡിയത്തിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് ഫ്ലെയിം നന്നായി കൂട്ടി വയ്ക്കുക. കൂട്ടി വെച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ഓയിൽ കുടിക്കാതെ നമുക്ക് കിട്ടും. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മുളകും കൂടി മാവിൽ നന്നായി ഒന്ന് മുക്കിയെടുത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ചിലപ്പോൾ മുളക് മാവിൽ മുക്കിയിട്ട് ഓയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ കുറേശ്ശെ ഇങ്ങനെ വിള്ളൽ വരുന്ന പോലെ തോന്നും. അപ്പോൾ അങ്ങനെ തന്നെ ഓയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം കോട്ടിങ് ഇല്ലാതെ ഇങ്ങനെ നീങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓയിലിട്ട വഴിക്ക് ഇങ്ങനെ വരുന്നു എന്ന് കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ശരിക്കും അത് അവിടെ കിടന്ന് സെറ്റായിക്കോളും. അപ്പോൾ നമുക്ക് മുളകൊന്നും തന്നെ പുറത്തേക്ക് കാണില്ല. അപ്പോൾ മുളക് ബജ്ജി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണല്ലോ. അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുക. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ബജ്ജിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. ഞാനത് കായ ബജ്ജിയുടെ കൂടെയാണ് ആ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കണേ. ആ ചമ്മന്തിയും കൂട്ടി തന്നെ ഈ മുളക് ബജ്ജി കഴിക്കണം, അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.